നമസ്കാരം. സോളാർ എവിടെ നോക്കിയാലും ഇപ്പോൾ സോളാർ സബ്സിഡി കിട്ടുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു കൊമേഴ്ഷ്യലായിട്ട്. എന്താണ് നമുക്ക് സോളാർ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ജ്യോതിഷ് KS, എ ടെക്നിക്കൽ കൺസൾട്ടൻറ്റ്. എന്താണ് അസറ്റ് അല്ല എന്താണ് ലയബിലിറ്റി? നമ്മൾ ഈ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതുകൊണ്ട് ഫിനാൻഷ്യലായിട്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാകും? അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് വരുമാനം ഉണ്ടാകുന്ന എല്ലാ സാധ്യതകളെയും നമുക്ക് അസറ്റായിട്ട് കാണാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻകം നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ ചിലവായി പോകുന്നതിനെ നമുക്ക് ലയബിലിറ്റി ആയിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ സോളാർ എന്ന് പറയുന്നത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാണോ അതോ നമുക്ക് ബാധ്യത വരുന്നതാണോ? അസറ്റാണോ ലയബിലിറ്റി ആണോ? ഈ അസറ്റിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കൽ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കും ആ ഒരു ഫണ്ട്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ ലയബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അല്ലെങ്കിൽ ക്യാഷ് പുറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സോളാറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ അതോ ലയബിലിറ്റിയിലാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം. അസറ്റും ലയബിലിറ്റിയും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിനകത്ത് ഒന്നാമത്തെ പാർട്ടായിട്ട് അസറ്റും രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ലയബിലിറ്റി എടുക്കുന്നത്. അതിൽ അസറ്റിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോങ് ടൈം ഫിനാൻഷ്യൽ റിട്ടേൺസ് ആണ്. ഈ ലോങ് ടൈം ഫിനാൻഷ്യൽ റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാർ പാനലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 25 വർഷത്തേനോ നമുക്ക് സോളാറിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രിക്കൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലോങ് പീരീഡിൽ നമുക്കൊരു ഇൻകമായിട്ട് അതിനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു കാറ്റഗറി വെച്ച് നോക്കിയാൽ അത് ഫസ്റ്റ് പോയിന്റ് അസറ്റായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊരു ലയബിലിറ്റിയാണ്. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അത് നമുക്കൊരു ലയബിലിറ്റി ആയിട്ടാണ് നമുക്ക് വേണമെങ്കിൽ കാണാം ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ. രണ്ടാമത്തെ പോയിന്റ് മെയിനായിട്ട് വരുന്നത് എനർജി കോസ്റ്റ് സേവിങ്സ് എന്ന് പറയും. രണ്ടാമത്തെ മെയിൻ അസറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എനർജി കോസ്റ്റ് സേവിങ്സ് ആണ്. എനർജി കോസ്റ്റ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കാലം കഴിഞ്ഞു പോകുന്തോറും ഇപ്പോഴുള്ള ഓരോ എനർജിക്കും വരുന്ന കോസ്റ്റ് കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരും. ഈ വർദ്ധിച്ചു വരുന്ന കോസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് എനർജി കോസ്റ്റിന് സ്റ്റെബിലിറ്റി കിട്ടും. ഇപ്പോൾ നമ്മൾ 2 രൂപ വെച്ചാണ് അല്ലെങ്കിൽ 3 രൂപ വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള എനർജി കോസ്റ്റ് മാത്രമേ നമുക്ക് വരുള്ളൂ. അതിനകത്തെ ലയബിലിറ്റി പാർട്ടിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് കാലാകാലങ്ങളിൽ കൃത്യമായ രീതിയിൽ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർസ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കും. പാനൽ ക്ലീൻ ചെയ്യുകയും അതിൻ്റെ കൃത്യമായ മെയിൻ്റെനൻസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ മെയിനായിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻ്റൽ ബെനിഫിറ്റുകളാണ്. എൻവിയോൺമെൻ്റൽ ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോളാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കോളിൻ്റെയും പെട്രോളിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കുറച്ച് അധികം സേവിങ്സുകൾ, അതായത് എൻവിയോൺമെൻറ്റിന് ആ ഒരു കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലയബിലിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ടെക്നിക്കൽ ഔട്ട്ഡേറ്റ് ആണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന സോളാർ പാനൽ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റ് ആയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേഷനോ ഒക്കെ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ചില ടെക്നിക്കൽ ഡിഫിക്കൽറ്റിയാണ് നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് വരാനുള്ള സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് നാലാമത്തെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഗവൺമെൻറ് പല ഇൻസെൻറ്റീവും ടാക്സ് ബെനിഫിറ്റും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഒരു അസറ്റ്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂടെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അതിനെ നമുക്കൊരു അസറ്റായിട്ട് കാണാൻ പറ്റും. നാലാമത്തെ ഒരു ലയബിലിറ്റി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പോൾ തരുന്ന ബെനിഫിറ്റ് അല്ലെ ഇൻസെൻറ്റീവ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഗവൺമെൻറ് ചിലപ്പോൾ നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ട്. മേ ബി അതിന് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചാർജസ് ഈടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു ലയബിലിറ്റി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയുടെ ടോട്ടലായിട്ടുള്ള നെറ്റ് വർത്ത് നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രോപ്പർട്ടിയുടെ വാല്യൂ നമുക്ക് കൂട്ടാൻ പറ്റും. അഞ്ചാമത്തെ ലയബിലിറ്റി ആയിട്ട് പറയുന്നത് നമ്മളിതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇടുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര നാൾ കൊണ്ട് റിട്ടേൺ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ രീതിയിൽ കറക്റ്റായ ഡിസൈൻ ചെയ്ത് കറക്റ്റായ കാൽക്കുലേഷനോട് കൂടി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ടൈം കാലാവധി വളരെയധികം കുറയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയ 5 മേജർ പോയിന്റ്സുകൾ നമുക്ക് അസറ്റായിട്ട് ലയബിലിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേമായിട്ട് നമുക്കിതിനെ നോക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അസറ്റാണോ ലയബിലിറ്റിയെക്കാട്ടിലും മെച്ചപ്പെട്ട് നിൽക്കുന്നത് അതോ ലയബിലിറ്റിയാണോ അസറ്റിനേക്കാളും മെച്ചപ്പെട്ട് നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു ചിന്തയിലേക്ക് ഞാൻ ഈ കാര്യങ്ങൾ ഇടുകയാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ 5 അസറ്റോ ലയബിലിറ്റി പോയിന്റ്സുകൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? അസറ്റിൻ്റെ മേളിലാണോ ലയബിലിറ്റി നിൽക്കുന്നത്, അതായത് ലയബിലിറ്റിയുടെ മേളിലാണോ അസറ്റ് നിൽക്കുന്നത്? നമ്മുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ സോളാർ എന്നുള്ളത് നമുക്ക് ഒരു അസറ്റായിട്ട് കണക്കാക്കി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. സൈനിങ് ഓഫ് ജ്യോതിഷ്.